ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നൊരു ഭാഗമാണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഡിറൈവ് സംതിങ് എന്ന വാക്കിൽ നിന്നാണ് ഡെറിവേറ്റീവ് എന്ന വാക്ക് വന്നത്. അതായത് ഒന്നിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നിൽ നിന്നും രൂപമാറ്റം സംഭവിച്ച് പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് ഡെറിവേറ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഒന്നിൽ നിന്നും രൂപം കൊള്ളുന്നതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും രൂപം കൊള്ളുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻറ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ്, സ്വാപ്പ്, ഫ്യൂച്ചർ ആൻഡ് ഫോർവേഡ്. ഈ നാലെണ്ണമാണ് പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓപ്ഷനും സ്വാപ്പും ഫ്യൂച്ചറും ഫോർവേഡുമാണ് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റ്. എന്താണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. A forward contract is a customized contract between two parties to buy or sell an asset at a specified price on a future date. അതായത് ഇന്ന് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫോർവേഡ് കോൺട്രാക്റ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഇത് പ്രകാരം ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിന് ഒരു അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാമെന്നുള്ള ഗ്യാരണ്ടിയുടെ പുറത്ത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. A forward contract can be used for hedging or speculation. Hedging പർപ്പസിന് വേണ്ടിയിട്ടും സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഫോർവേഡ് കോൺട്രാക്റ്റ് യൂട്ടിലൈസ് ചെയ്യാം. ആൾദോ ഇറ്റ്സ് നോൺ സ്റ്റാൻഡർഡൈസ്ഡ് നാച്ചർ മേക്സ് ഇറ്റ് പർട്ടിക്കുലർലി ആപ്റ്റ് ഫോർ ഹെഡ്ജിങ്. ഇത് പൂർണ്ണമായിട്ടും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഹെഡ്ജിങ് പോലുള്ള പർപ്പസുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് എഗ്രി ചെയ്തിട്ടുള്ള പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പർട്ടിക്കുലർ അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എ ഫോർവേഡ് കോൺട്രാക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ഓർ സ്പെക്കുലേഷൻ. ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടും സ്പെക്കുലേഷന് വേണ്ടിയിട്ടും ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആൾഡോ ഇറ്റ്സ് എ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് നാച്ചർ മേക്സ് ഇറ്റ് പർട്ടിക്കുലർലി ആപ്റ്റ് ഫോർ ഹെഡ്ജിങ്. ഇതിൻ്റെ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നാച്ചർ അത് ഹെഡ്ജിങ് എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. സോ എ ഫോർവേഡ് കോൺട്രാക്റ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിൽ അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റിനെയാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. It can be used for hedging or speculation, although its non-standardized nature makes it particularly apt for hedging. ഇത് ഹെഡ്ജിങ്ങിനും അതുപോലെ തന്നെ സ്പെക്കുലേഷനും വേണ്ടിയിട്ടുമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നാച്ചർ അതിന് ഹെഡ്ജിങ്ങിനെ ആപ്റ്റ് ആക്കിയിട്ട് മാറ്റുന്നു. അടുത്തതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് നോക്കാം. A future contract is a legal agreement to buy or sell a particular commodity, asset or security at a predetermined price at a specified time in the future. ഫ്യൂച്ചറിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ അസറ്റോ സെക്യൂരിറ്റികളോ പർട്ടിക്കുലർ കമ്മോഡിറ്റിയോ സെക്യൂരിറ്റികളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദ സെല്ലർ ഓഫ് ദ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഈസ് taking on the obligation to provide and deliver the underlying asset at the expiration date. എക്സ്പയറിംഗ് ഡേറ്റിൽ അണ്ടർലൈങ് അസറ്റ് ഡെലിവർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സെല്ലർക്ക് ഉണ്ട്. അപ്പോൾ ബയ്യർ അയാളുടെ ഒബ്ലിഗേഷൻ നടപ്പിലാക്കുന്ന സമയത്ത് സെല്ലർക്ക് ഓട്ടോമാറ്റിക്കലി ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഒബ്ലിഗേഷൻ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. സോ എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ എഗ്രിമെൻറ്റ് ടു ബൈ ഓർ സെൽ എ പർട്ടിക്കുലർ കമ്മോഡിറ്റി, അസറ്റ് ഓർ സെക്യൂരിറ്റി. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി, അസറ്റോ സെക്യൂരിറ്റികളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് അറ്റ് എ സ്പെസിഫൈഡ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫൈഡ് ടൈമിൽ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ സെക്യൂരിറ്റികൾ അതുപോലെ തന്നെ അസറ്റുകളോ കമ്മോഡിറ്റികളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ലീഗൽ എഗ്രിമെൻറ്റിനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. A future contract is a legal agreement to buy or sell a particular commodity asset. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റാണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റികളോ അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് അറ്റ് എ സ്പെസിഫൈഡ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫൈഡ് ടൈമിൽ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ സെക്യൂരിറ്റികളോ അസറ്റുകളോ കമ്മോഡിറ്റികളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ലീഗൽ എഗ്രിമെൻറ്റിനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. The seller of the future contract is taking on the obligation to provide and deliver the underlying asset at the expiration date.
എക്സ്പിറേഷൻ ഡേറ്റിൽ അണ്ടർലൈങ് അസറ്റ് ഡെലിവർ ചെയ്യാനോ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സെല്ലർക്ക് ഉണ്ട്. അടുത്തതാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ്. എന്താണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് നോക്കാം. An option contract is an agreement between two parties to facilitate a potential transaction involving an asset at a preset price and date. ഒരു പ്രീസെറ്റ് പ്രൈസിലോ ഡേറ്റിലോ അസറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള രണ്ട് പാർട്ടികൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ബൈയിങ് ആൻ ഓപ്ഷൻ ഓഫേഴ്സ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു പർച്ചേസ് ഓർ സെൽ ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള റൈറ്റാണ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ ഒബ്ലിഗേഷൻ. ഇതൊരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ചുമതലയല്ല, ഒരു വ്യക്തിയുടെ അവകാശമാണ് ബൈയിങ് ആൻ ഓപ്ഷൻ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ സ്റ്റോക്ക് ഓപ്ഷൻസ് എ സിംഗിൾ കോൺട്രാക്റ്റ് കവേഴ്സ് 100 ഷെയർസ് ഓഫ് ദ അണ്ടർലൈങ് സ്റ്റോക്ക്. ഒരു സ്റ്റോക്ക് ഓപ്ഷനിൽ ഒരു സിംഗിൾ കോൺട്രാക്റ്റിൽ അണ്ടർലൈങ് സ്റ്റോക്കിൻ്റെ 100 ഷെയർസ് വരെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഓപ്ഷൻ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ടു ഫെസിലിറ്റേറ്റ് എ പൊട്ടൻഷ്യൽ ട്രാൻസാക്ഷൻ. ഒരു പൊട്ടൻഷ്യൽ ഭാവിയിൽ ഒരു ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണിത്. ഇൻവോൾവിങ് എൻ അസറ്റ് അറ്റ് എ പ്രീസെറ്റ് പ്രൈസ് ആൻഡ് ഡേറ്റ്. ഒരു പ്രീസെറ്റ് പ്രൈസിലോ ഡേറ്റിലോ ഒരു അസറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ബൈയിങ് ആൻ ഓപ്ഷൻ ഓഫേഴ്സ് ദ റൈറ്റ്. ഓപ്ഷൻ ബൈയിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൊരു റൈറ്റാണ് വരുന്നത്. ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. അതൊരു ചുമതലയല്ല. ടു പർച്ചേസ് ഓർ സെൽ ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് പർച്ചേസ് ചെയ്യാനോ സെൽ ചെയ്യാനോ ഉള്ളൊരു ഒബ്ലിഗേഷൻ അല്ല, പകരം അതൊരു റൈറ്റാണ്. ഫോർ സ്റ്റോക്ക് ഓപ്ഷൻസ് എ സിംഗിൾ കോൺട്രാക്റ്റ് കവേഴ്സ് 100 ഷെയർസ് ഓഫ് ദ അണ്ടർലൈങ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ കോൺട്രാക്റ്റിൽ അണ്ടർലൈങ് സ്റ്റോക്കിൻ്റെ 100 ഷെയർസ് വരെ കവർ ചെയ്യുന്നുണ്ട്. നാലാമത്തേന് സ്വാപ്പ് കോൺട്രാക്റ്റ്. എന്താണ് സ്വാപ്പ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. എ സ്വാപ്പ് കോൺട്രാക്റ്റ് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ത്രൂ വിച്ച് ടു പാർട്ടീസ് എക്സ്ചേഞ്ച് ദ ക്യാഷ് ഫ്ലോസ് ഓർ ലയബിലിറ്റീസ് ഫ്രം ടു ഡിഫറൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. രണ്ട് ഡിഫറൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളിലുള്ള ക്യാഷ് ഫ്ലോസോ ലയബിലിറ്റീസോ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ നടപ്പിലാക്കുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനെയാണ് സ്വാപ്പ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. റാദർ സ്വാപ്സ് ആർ ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട് പ്രൈമറിലി ബിറ്റ്വീൻ ബിസിനസ്സസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ആർ കസ്റ്റമൈസ്ഡ് ടു ദ നീഡ്സ് ഓഫ് ബോത്ത് പാർട്ടീസ്. സ്വാപ്സ് എന്ന് പറഞ്ഞാൽ ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ് ആണ്. അത് ബിസിനസ്സുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും തമ്മിൽ കണ്ടക്ട് ചെയ്യുന്ന ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റുകളാണ്. ദാറ്റ് ആർ കസ്റ്റമൈസ്ഡ് ടു ദ നീഡ്സ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. രണ്ട് പാർട്ടികളുടെയും നീഡ്സിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾസോ എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ത്രൂ വിച്ച് ടു പാർട്ടീസ് എക്സ്ചേഞ്ച് ദ ക്യാഷ് ഫ്ലോസ് ഓർ ലയബിലിറ്റീസ് ഫ്രം ടു ഡിഫറൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. രണ്ട് വ്യത്യസ്ത ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ ക്യാഷ് ഫ്ലോസോ ലയബിലിറ്റീസോ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ നടപ്പിലാക്കുന്ന ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റാണ് സ്വാപ്പ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സ്വാപ്സ് എന്ന് പറഞ്ഞാൽ ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റാണ്. പ്രൈമറിലി ബിറ്റ്വീൻ ബിസിനസ്സസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബിസിനസ്സുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ തമ്മിലുള്ള ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ആർ കസ്റ്റമൈസ്ഡ് ടു ദ നീഡ്സ് ഓഫ് ബോത്ത് പാർട്ടീസ്. രണ്ട് പാർട്ടികളുടെയും നീഡ്സിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റുകളാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4 തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഓപ്ഷൻ, സ്വാപ്പ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഫോർവേഡ്. ഫോർവേഡ് കോൺട്രാക്റ്റ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, ഓപ്ഷൻ കോൺട്രാക്റ്റ്, സ്വാപ്പ് കോൺട്രാക്റ്റ് എന്നിങ്ങനെ 4 തരത്തിലാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ഉള്ളത്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടു ഡിറൈവ് സംതിങ് എന്നാണ് അർത്ഥം. ഒന്നിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് അർത്ഥം. അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതിനെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ പ്രധാനമായിട്ടും എന്തൊക്കെയുണ്ട്? 4 തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റുകളാണുള്ളത്. ഒന്ന് ഫോർവേഡ്, പിന്നൊന്ന് ഫ്യൂച്ചർ, പിന്നൊന്ന് ഓപ്ഷൻ, പിന്നൊന്ന് സ്വാപ്പ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഇന്ന് എഗ്രി ചെയ്തിട്ടുള്ള ഒരു പ്രൈസിൽ ഒരു അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റാണ് ഫോർവേഡ് എന്ന് പറഞ്ഞത്. ഇതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു സാധ്യത അതിലുണ്ടാവില്ല. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു നിശ്ചിത എഗ്രീഡ് പ്രൈസിൽ അസറ്റുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ നടപ്പിലാക്കുന്ന കോൺട്രാക്റ്റാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലായിരിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കീഴിലായിരിക്കും. ഇനി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ ആൻ അണ്ടർലൈങ് അസറ്റ് അറ്റ് എഗ്രീഡ് പ്രൈസ്. ഒരു എഗ്രീഡ് പ്രൈസിൽ ഒരു അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു റൈറ്റാണ്, അതൊരു ഒബ്ലിഗേഷൻ അല്ല, ഓപ്ഷനാണ്.
ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചോയ്സ് ആണ്, അതൊരു ചോയ്സ് ആണത്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് പ്രകാരം ഒരു രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ തമ്മിലുള്ള ക്യാഷ് ഫ്ലോസ് എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ലയബിലിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഇത് ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് പ്രൈമറിലി ബിറ്റ്വീൻ ബിസിനസ്സസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആർ കസ്റ്റമൈസ്ഡ് ടു ദ നീഡ്സ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. രണ്ട് പാർട്ടികളുടെയും നീഡ്സിന് കസ്റ്റമൈസ് ചെയ്ത ബിസിനസ്സുകൾക്കോ പ്രൈമറി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ കോൺട്രാക്റ്റുകളാണ് സ്വാപ്പ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.